പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും
പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ ആൾക്കാരുടെ ആധ്യാത്മികതയില്ലേ, എനിക്കത് വളരെ പൂർവികരെക്കാളും വളരെ സത്യസന്ധമായ ആധ്യാത്മികതയിൽ നിന്നുള്ളത്. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, പൂർവികർക്ക് ബൈബിള് അധിഷ്ഠിതമായിട്ടൊരു ആധ്യാത്മികത കുറവായിരുന്നു. കാര്യം ബൈബിള് ഇതുപോലെ വ്യാഖ്യാനിച്ച് കൊടുക്കുകയോ വചനാധിഷ്ഠിതമായിട്ട് ജീവിതം ക്രമീകരിക്കുന്നതിൻ്റെ സാങ്കേതിക വശങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ ആൾക്കാരോട് എന്തെങ്കിലും പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക മാത്രമല്ല, ആൾക്കാർ അപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച നിങ്ങളുടെ ഉടമ ധ്യാനത്തിൽ പറഞ്ഞ രമ്യ വർഗീസൊക്കെ ഇതിൻ്റെ ഉസ്താദന്മാരാണ്. പക്ഷേ അവർ ആപ്ലിക്കേറ്റ് ചെയ്യും. എന്ത് സംഭവം കിട്ടിയാലും ആ വചനം, ഇപ്പം നോട്ട് ബൈ മെറിറ്റ് എന്തുമാത്രം സാർവലോകിക സാർവജനീയമായി എല്ലാവരും നോട്ട് ബൈ മെറിറ്റ് പറയുന്നില്ലേ? പറയുന്നവരാരാണ്? ഇത് കൂടുതലും വിദ്യാർത്ഥികളാണ്. മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത് പറയണത്. ഞങ്ങൾ അവസാനേക്ക് മനസ്സിലായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് നോട്ട് മെറിറ്റിലെ വർക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് കണ്ണു പറയാം. എന്ന് വെച്ചാൽ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എന്നെക്കൊണ്ട് വയ്യ, ഇത് നോട്ട് ബൈ മെറിറ്റിലെ വർക്ക് ചെയ്തോ കേട്ടോ, അമ്മ ഇടപെട്ടിലേക്ക് നടക്കത്തില്ല. അപ്പം ആ ഉടമ്പടിയുടെ കാമ്പ് എടുത്തിട്ട് തന്നെ അവർ പ്രേയറാക്കി മാറ്റും. ഇനി അവരുടെ തന്നെ അമ്മയോട് ഡിസ്കസ് ചെയ്യാനുള്ള ആംബിയർ കൂട്ടാൻ വേണ്ടി എന്നാ അവർ ചുറ്റി നടന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. ആ രമ്യ വർഗീസും 3 കുഞ്ഞുങ്ങളുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അവർ പറഞ്ഞു, ഞാൻ 25 കിലോമീറ്റർ ഞാനെൻ്റെ കുഞ്ഞുങ്ങളും പോയി പത്രം കൊടുത്തോണ്ടിരിക്കുമെന്നു. ആ കുഞ്ഞുങ്ങളോട് നടന്നിട്ട്, ചെറിയ കുഞ്ഞുങ്ങളാണ്, നടക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർ 25 കിലോമീറ്റർ നടന്നു പോയി പത്രം കൊടുക്കുക. അപ്പോൾ എന്താ പ്രശ്നം? അതിൽ വരുന്ന വിഷയം, ഒരു പത്രം കൊടുത്തു എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് അവരെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ദൈവത്തിന് ഒരു ഉറപ്പായിട്ടുള്ളൊരു പാറയായിട്ട് നമ്മൾ മാറുക. കാര്യം ഈ പാറമേൽ എൻ്റെ പള്ളി പണിയുന്നതിലേക്ക് 10 ദിവസം കൊണ്ട് ഈശോ പറഞ്ഞത്, ഈ പാറമേൽ എൻ്റെ പള്ളി പണിയും. അപ്പൊ അത് ആ വചനം എടുത്തേ, മത്തായി 16:18. മത്തായി 16:18. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇപ്പൊ ഇന്ന് വിഷയം ഈ പാറമേൽ എന്നുള്ള വാക്കിനാണ് പ്രാധാന്യം. നമുക്ക് ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പായിരുന്ന വെള്ളത്തിൽ ദൈവം കൊണ്ടുവന്ന് പെയിൻ്റ് അടിക്കത്തില്ലെന്നൊക്കെ അറിയാമല്ലോ. ഐസ് കെട്ട പെയിൻ്റ് അടിക്കണമെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഐസ് കെട്ട പെയിൻ്റ് അടിച്ചാൽ ഇപ്പോൾ ബ്രഷ് എടുക്കുമ്പോൾ തന്നെ അത് ഉരുകിപ്പോവും. അപ്പം ദൈവം ഇങ്ങനെ ഐസ് കെട്ടലൊന്നും പെയിൻ്റ് അടിക്കത്തില്ല. അപ്പം നിങ്ങൾ ഐസായി ഇങ്ങനെ മാറി മാറി ലക്ഷണം മാറുന്ന ആൾക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം വർക്ക് ചെയ്യത്തില്ല. ദൈവം പറഞ്ഞ എന്താണ്? ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. ഇപ്പം രമ്യ വർഗീസ് ഒരു പാറയാണ് ശരിക്കും പറഞ്ഞാൽ. രമ്യ വർഗീസ് ഭർത്താവിൻ്റെ അസുഖത്തിന് അവരെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൊമിനിക്കിനോടും വൈഫിനോടും പറഞ്ഞ പോലെ തന്നെ രമ്യ കൃപാസൻ ചവിട്ടിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞ്, മകളെ ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണം. അപ്പം രമ്യ ഉടനെ വിവേചിച്ചു, ഇത് അമ്മയുടെ പ്രത്യക്ഷയുടെ സന്ദേശമാണല്ലോ, അപ്പം അമ്മയാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അമ്മ അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ലല്ല, അതുകൊണ്ട് നമുക്ക് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന്. ഉടമ്പടി എടുത്തിട്ട് രമ്യ വർഗീസ് ഭർത്താവിനെ എന്നെ കാണിക്കാൻ വന്നു. അപ്പം ഞാൻ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച്, അപ്പം
രമ്യ സാക്ഷ്യം പറയണത്, അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് പന്തികേട് തോന്നിക്കാമായിരിക്കും, അച്ഛൻ എന്നെ തട്ടിയെന്ന്. അച്ഛൻ ഇങ്ങനെ എൻ്റെ ഭുജത്തിൽ ഇങ്ങനെ തട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ്, കർത്താവിൻ്റെ ഹിതം എന്താണ്, അത് നീ സ്വീകരിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ ഹിതം, എൻ്റെ ഭർത്താവ് പിറ്റേ ആഴ്ച മരിച്ചുപോയി, കർത്താവിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് പറഞ്ഞ ദുരന്തം ഇതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ഞാനത് ഏറ്റെടുത്ത്. അതാണ് ഈ പാറയെന്ന് പറഞ്ഞ സാധനം. അല്ല ഞാനത്ര പ്രാർത്ഥിച്ചതാണ്. ഞാനിപ്പോൾ പണ്ട് ഓർക്കൊണ്ടേ, ഞാൻ ഒരു വീട്ടിലെ ഒരു മരിപ്പിന് ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ച ഒരു വീട്ടിൽ, ഓട്ടോറിക്ഷയിൽ ലോറി ഇടിച്ച് മരിച്ചു. എൻ്റെ ഇടവക്കാരനാണ്. അപ്പോൾ അവനിങ്ങനെ മരിച്ച് കുരിശൊക്കെ പിടിച്ച് അവൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി ഒപ്പിസ് ചെല്ലി. എല്ലാവർക്കും ദുഃഖമുണ്ട്. കാര്യം നാട്ടുകാരനാണ്, അറിയാവുന്ന ആളായത് കൊണ്ട് എല്ലാവർക്കും ദുഃഖമുണ്ട്. അപ്പോൾ ഞാനാ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ കണ്ടപ്പോൾ ആ ചേടുത്തി അവൻ്റെ അമ്മ പറഞ്ഞേ, എൻ്റെ അച്ഛാ, എത്ര കുരിശിട്ട് ഞാനിവിടെ കിടത്തി ഉറക്കിയതാണ്, അവസാനം അവൻ കുരിശി പിടിച്ച് കിടക്കുകയാണ്. നമ്മളെ ചെറുപുറത്തൊക്കെ ചെല്ലുമ്പോൾ ചേടുത്തിമാരുടെ പാട്ടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ആ മകൻ കിടക്കാൻ നേരത്ത് കുരിശിട്ടെന്ന് കാണുമ്പോൾ ഈ അമ്മ പറയണതേ, അച്ഛനെ തോട്ടി ദൈവത്തിനെ ഉപദ്രവിക്കാൻ അവരുടെ ഉദ്ദേശം. അച്ഛനൊരു പ്രതിനിധിയോടെ വന്നിരിക്കണമല്ലേ ദൈവത്തിൻ്റെ. അപ്പം അച്ഛനെ തോട്ടി ദൈവത്തിനെ ഒളിഞ്ഞ് ഈ ബാല്യ അമ്പെയ്ത പോലുള്ള ഈ അമ്പെയ്ത്താണ് സംഭവം. ഒരു ദുഃഖം വരുമ്പോൾ ഈ വില്ലാളി വീരത്തികളൊക്കെ വരും. ഒരു ദുഃഖം വരുമ്പോൾ അവരതിനാൽ അവർക്ക് തീരുമാനമാവും. എന്താ കാര്യം, ഇങ്ങനെയുള്ള ഒരു ഹൃദയത്തിൽ ഒരു സ്ഥലത്ത് ദൈവം ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല. അതാണ് ഈ പാറമേൽ. ഏത് പാറയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഉടമ്പടി പാറയാണ്. എന്ത് പറയണത്, അത് എടുത്തേ. മത്തായി 7:24. മത്തായി 7:24. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഈ പാറമേൽ എൻ്റെ പള്ളി പണിയുമെന്ന് പറയുമ്പോൾ ഈ പാറ ഏതാണത്? എൻ്റെ വചനം ഈ 7:24 പാറയും മത്തായിയുടെ സുവിശേഷത്തിൽ ഏതാണത്? എൻ്റെ വചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറയാണെന്ന്. അപ്പോൾ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരല്ലേ ഉടമ്പടിയിലുള്ളത്. അല്ലെങ്കിൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്നവരാണല്ലോ ഉടമ്പടി എടുക്കണത്. അപ്പോൾ ഉടമ്പടി ജീവിക്കുന്നതിലൂടെ നമ്മൾ പാറയായി മാറുകയും ആ പാറമേൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പണിയും. നീ ഒരു പാറയാകാൻ വേണ്ടിയുള്ള ദൈവവിളിയാണ് ഉടമ്പടി നമ്മുടെ മുമ്പിൽ നീട്ടുന്നത്. അതനുസരിച്ച് അറിഞ്ഞ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. ഞാൻ പറയല്ലോ, അതുപോലെ രാത്രി കുട്ടികൾ ഓൺലൈനിൽ വരും, കുടുംബ പ്രാർത്ഥന ചെല്ലും. അപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ അടുത്ത്, ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ശരിക്കും തല്ലി കൊല്ലേണ്ടത് തന്നെയായിരുന്നു എൻ്റെ മക്കൾ. ഞാൻ വിളിക്കുമ്പോൾ ഇപ്പോൾ അവരെല്ലാവരും വരുന്നുണ്ട്, അവർ പ്രാർത്ഥനയിൽ കൂടുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്നെ ഓടിച്ചിട്ട് മാതാവ് എത്തിച്ചതാണ് അങ്ങോട്ട്. അപ്പോൾ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിട്ട് പള്ളിയതായിട്ട് നമ്മൾ വളരെയധികം ഇതായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പത്രത്തിൻ്റെ ഓരോ കോളം പൂരിപ്പിക്കാനായിട്ട് മാതാവ് ഓരോ കാര്യങ്ങളും നിർത്തിവെച്ചത് നമ്മളെ കൊണ്ട് മനഃപൂർവ്വം. ഞാൻ സംഘടനയിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ചായിട്ട് ഇപ്പോൾ ഈ തിരക്കൊക്കെ ആയിട്ടൊന്ന് മാറി നിൽക്കുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ വീണ്ടും നമ്മളെ വലിച്ചങ്ങോട്ട് എത്തിച്ച് അതെല്ലാം നമ്മുടെ തലയിലിട്ട് തരാം. അതുപോലെ തന്നെ മോൻ വന്ന് ഇവരൊക്കെ ചെറുപ്പത്തിലെ ഓൾട്ടർ ബോയ്സിലും കാര്യത്തിലുണ്ടായിരുന്ന, അത് കഴിഞ്ഞ് വന്ന് അവനും വീണ്ടും KCYM-ലും ഉള്ള സമയത്ത് നമ്മളെ അതിലേക്ക് അടുപ്പിക്കാനായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിന്ന് എവിടെയാണ് കുറവെന്ന് നോക്കിയിട്ട് നമ്മളതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇനി
അതുപോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, ഒരു പ്രാർത്ഥനയുള്ളൂ, 3 ആൺകുട്ടികളാണ്. മാതാവേ, കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുള്ള ഏതെങ്കിലും 3 മക്കളെ എനിക്ക് പെൺകുട്ടികളെ കിട്ടിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ 3 മാസം ഉടമ്പടിയിൽ നിന്ന മക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ അവരെ നോക്കണ്ട, അവരവിടെ പോയി ജീവിക്കുന്നവരാണ്. അത്രയും പെർഫെക്റ്റായിട്ട് ആ കുടുംബം കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞാൽ ഞാൻ 15 വർഷമായിട്ട് ഇൻഹെയിലറും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇവരൊക്കെ പുറത്താണെങ്കിലും ഞാനിതുവരെ പാസ്പോർട്ടൊന്നും എടുത്തിട്ടില്ല. എന്നെ കൊണ്ടറിയാം എനിക്കിവിടെ ഒന്നും പോകാനോ ഒന്നിനും പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു നാരങ്ങ വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റില്ല, എനിക്ക് അപ്പോഴേക്കും വയ്യാതെയോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എൻ്റെ ബാഗിൽ ഇൻഹെയിലറും ചൂടുവെള്ളമാണ് ഉള്ളത്. അപ്പോൾ ഞാനിതേപോലെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും മാതാവിൻ്റെ ഉപ്പ് കുറച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് ഞാൻ എന്നും കഴിക്കും. എന്നിട്ട് ഞാൻ എത്ര മാത്രമേ പറയൂ, എനിക്ക് പൂർണ്ണമായിട്ട് ഇത് മാറ്റണ്ട, പക്ഷേ വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് 2 ദിവസം രാവിലെ പോയാൽ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ 10 ദിവസം കയറി കിടക്കും, മരുന്നും ഗുളികയും ഒക്കെ കഴിച്ച് ഹെയറലൊക്കെ വലിച്ചപ്പോൾ. എൻ്റെ ഇടവക പള്ളിയിലൊക്കെ ഞാൻ വലിയൊരു സാക്ഷിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നും പള്ളിയിലേക്ക് പോരുമ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കിത് പോകാൻ ഇതിനൊക്കെ പറ്റിയെന്നുള്ളത്. അപ്പോൾ ആ ഉപ്പ് നേർച്ച വസ്തു കഴിച്ചതിന് ശേഷം എനിക്ക് ഈ അലർജി, ആസ്മ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അതുപോലെ ആ സമയത്ത് ഞങ്ങളുടെ കാറ് കേടായി പോയി. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അത് കേടായി. പിന്നെ അതിപ്പോൾ കുറേ പഴക്കമുള്ളതാണ്, കൊടുക്കാനുള്ളതിലേക്ക് എത്തി. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മാതാവിൻ്റെ നേർച്ച വസ്തുവിൽ കൂടെയാണ് എനിക്കിത് കിട്ടിയാക്കണേന്നുള്ള രോഗസൗഖ്യം കിട്ടിയാക്കണേന്നുള്ളതിനെ തെളിവായിട്ട് എന്നും ഞാനും ഹസ്ബൻഡും മോനും കൂടിയിട്ട് ഞങ്ങൾ 2 വണ്ടിയുമേ ആയിട്ടാണ് പോവുക. ഇത്രയും മഴയും, കോഴിക്കോടൊക്കെ ഇത്രയും മഴയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ട് റെയിൻകോട്ട് ഇട്ടിട്ടും ഒരു ദിവസം. പക്ഷെ അതൊക്കെ എന്നെ കാണുന്നവർക്ക് വലിയൊരു അത്ഭുതമാണ്. ഞാൻ ഇത്രയും ശ്വാസം മുട്ടി ആയിട്ടൊക്കെ ഇങ്ങനെ കിടന്ന് ഞാൻ ഇപ്പം ഇങ്ങനെ മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് അത് ഈ നേർച്ച വസ്തുവിൻ്റെ അത്രയും വലിയ അത്ഭുതമാണ്. അപ്പോൾ അതുപോലെ പിന്നെ ഞാൻ പറയല, ബാക്കിയുള്ളത് ഇപ്പോൾ അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് വിലപ്പെട്ടത്. ഞങ്ങളുടെ ഒരു ഗോഡൗൺ ഉണ്ടായിരുന്നു, അതിങ്ങനെ ഒരു 5 വർഷമായിട്ട് പണി കഴിഞ്ഞ് കിടക്കുക, ആരും വരുന്നുണ്ട്. പക്ഷേ അത് ആരും വാടകയ്ക്ക് എടുക്കുന്നില്ല. അതും ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒന്നും എഴുതാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനത് എന്തെങ്കിലും എഴുതണ്ടേ എന്നുള്ളതിൽ വെച്ച് അത് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ. പിന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യം, ഇപ്പോൾ നമ്മൾക്ക് ജെന്യൂനായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് സാമ്പത്തികമായാലും എന്തായാലും അത് മാതാവ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെടുത്തി നമുക്ക് ആ സമയത്തിന് അതിന് സത്യസന്ധമായ ഇതാണെങ്കിൽ നമുക്കത് നടത്തി തരും. അങ്ങനെ പിന്നെ ഞാൻ പറയാലും എനിക്ക് ഓരോ ദിവസവും ഒരു എന്താ പറയുക 6 സാക്ഷ്യത്തിൽ 60 ഉടമ്പടി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി എൻ്റെ മോൻ്റെ കാര്യം, അവൻ്റെ പെർമിറ്റ് ശരിയായി വരണം, തിരിച്ചവൻ കാനഡയിലെത്തണം. അത് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഇപ്പോൾ എൻ്റെ മാതാവ് എന്താ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ, ഈശോ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ അത് നടത്തി തരും. പിന്നെ ഇപ്പോൾ അവരെ സംബന്ധിച്ച് പറയാൻ വെച്ചാൽ ഇവരൊന്നും പഠിക്കുന്ന കുട്ടികളല്ലായിരുന്നു. ചെറുപ്പം തൊട്ടേ ഉണ്ണീശോയും മാതാവിൻ്റെയും കൃപ കൊണ്ട് തന്നെയാണ്. മൂത്ത ആൾക്ക് 1 A+, രണ്ടാമത്തെ ആൾക്ക് 2 A+, അങ്ങനെയൊക്കെ ആകെ കൂട്ടി വെച്ച് 5 A+ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ IELTS പാസ്സാവും, ഇവരൊക്കെ പോവും. അത്രയും മാതാവിൻ്റെ ഒരു കരുതലുണ്ടായിരുന്നാണ്. പക്ഷേ അത് ശരിക്കും ഇവിടെ അച്ഛൻ പറയുന്ന പോലെ അത് മാത്രം പോരാ. നമ്മുടെ ഇനിയുള്ള കാലഘട്ടങ്ങളും ജീവിതത്തിലും ഉടമ്പടി എടുത്ത ഉടമ്പടിയിൽ നമ്മൾ എന്താ പറയുക, വിശുദ്ധിയോടുകൂടി കുദാശകൾ സ്വീകരിച്ച് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനും സന്തോഷവും സമാധാനവും ഇന്ന് ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു അപ്പനും അമ്മയും ഞാനും എൻ്റെ ഹസ്ബൻഡും അതുപോലെ മക്കളും ഈ ഉടമ്പടി ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നിലനിന്ന് പോകാനായിട്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്നെ ഇവിടെ എത്തിച്ചത് ഈ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതാരാ എനിക്ക് എഴുതിയെന്ന് അറിയില്ല. ഇതാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ആൾത്താരയിൽ പ്രാർത്ഥിക്കണു. അതുപോലെ ഞാനിത് എടുത്തതിന് ശേഷം ഞങ്ങളുടെ ബന്ധുക്കളും റിലേറ്റീവ്സ് അതുപോലെ ഫ്രണ്ട്സ് ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തിരി ആൾക്കാർ ഓൺലൈനിലായാലും ഒക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളവിടെ ഈ പറഞ്ഞ പോലെ അവർ പ്രയറിൻ്റെ സമയമാകുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അറിയാം. അവരെന്നെ പറയുന്നുണ്ട്, അമ്മ വിളിക്കുന്നുണ്ട്, ചെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിട്ടാന്ന് പറയും. അപ്പോൾ അതുപോലെ അവരൊരുമിച്ച് കൂടും, റൂമിലുള്ള കുട്ടികളും എല്ലാവരുമായിട്ട്. അങ്ങനെ ഞാൻ പറയല്ലോ ഒത്തിരി അനുഭവങ്ങൾ. പിന്നെ എൻ്റെ മോന്, രണ്ടാമത്തെ മോന് ഇവിടുന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ കൂടെയൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. ജോലി കിട്ടി അവൻ പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവന് ഭയങ്കര ഒരു ഒറ്റപ്പെടലായി. അപ്പോൾ അവർ കുറേ മുസ്ലിംസ് ഹിന്ദു എല്ലാവരും കൂടിയിട്ടുള്ളതായിരുന്നു. പക്ഷേ അന്യനാട്ടിൽ ജാതി മതമൊന്നുമില്ല, എല്ലാവരും കൂടി എല്ലാവരും നോക്കി ജീവിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ അവന് ഭയങ്കര, അമ്മ എനിക്കിവിടെ പറ്റണില്ല എന്താ വെച്ചാൽ എല്ലാവരും ഒരു ഫാമിലിയായിട്ട് പ്രായമുള്ള അമ്മയും മക്കളും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നിട്ട് അവനൊരു ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ
ഞാനതിങ്ങനെ ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല. പക്ഷെ മാതാവ് എൻ്റെ മോനിങ്ങനെ സങ്കടമായി തുടങ്ങി, മടുത്തു തുടങ്ങി. അപ്പോൾ അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ഫുട്ബോൾ കളിക്കുന്നല്ല പോലെ അവിടെ ലീഗിലൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഇവനെ കണ്ടിട്ട് ഒരു ജിതിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത്തിരി സീനിയറായിട്ടുള്ളതാണ്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള അവർ ഫാമിലി ആയിട്ട് അപ്പനും അമ്മയും എല്ലാവരും അവിടെയാണ്. അപ്പോൾ പറഞ്ഞു, നീ കെവിൻ എന്ന് പറഞ്ഞ കുട്ടിയല്ലേ, അപ്പോൾ നീ വൈകുന്നേരം ഗ്രൗണ്ടിലേക്ക് വായോട്ടോ, ഇന്ന് കളിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, മോനെ നീ ചെല്ല്, അങ്ങനെയല്ല ഓരോരുത്തരെ പരിചയമാവാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കളി കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, അമ്മേ വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 15 ആളായിരുന്നെങ്കിൽ അവിടെ ചെന്നപ്പോൾ 30 ക്രിസ്ത്യൻ ചേട്ടന്മാരും എല്ലാവരും അങ്ങനെയായിട്ട് വലിയൊരു ക്രിസ്ത്യൻ, ഞാൻ ജാതി മതം പറയല്ല കേട്ടോ, എന്നാലും അങ്ങനെ അത്രയും ആൾക്കാരെ എനിക്ക് കിട്ടി. ഇപ്പോൾ അവരുടെ കൂടെ പള്ളിയിലേക്കും കുർബാനയ്ക്കും എല്ലാത്തിനും ഒക്കെ ആയിട്ട് വളരെ ഇതിൽ പോകണം. അതേ ആ ജിതിൻ തന്നെ എൻ്റെ രണ്ടാമത്തെ മോൻ ലണ്ടനിൽ സിറ്റിയിലാണ്, ഇവൻ കുറച്ച് നീങ്ങിയിട്ടാണ്. ആ കുട്ടിക്കും ജോലിയാക്കിയത് അവൻ തന്നെ. അപ്പോൾ ശരിക്കും 2 മക്കളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മാതാവ് ഇട്ടതാണ് ആ കുട്ടീനെ. ആ കുട്ടിയുടെ വൈഫിന് ഇപ്പോൾ ഒരു ചെറിയൊരു അസുഖമുണ്ട്, അതും ഞാൻ മാതാവിന് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന്